അങ്ങനെ മോഹൻലാലിന്റെ ജർമ്മനിയിലത്തെ ഐറ്റം ഡാൻസ് എല്ലാവരും കണ്ടായിരിക്കും. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലാണ്, ലക്ഷക്കണക്കിന് ലൈക്കും മില്യൻസ് ഓഫ് വ്യൂസും. അപ്പൊ അതില് സാനിയ അയ്യപ്പനുണ്ട്, സ്വാസിക ഉണ്ട്, പിന്നെ വേറെ എനിക്ക് പേരറിയാത്ത കുറച്ച് ആൾക്കാർ കൂടി ഉണ്ട് തോന്നുന്നെങ്കിൽ. അത് അവരെന്തോ ജർമ്മനിയിലത്തെ എന്തോ ഷോയ്ക്ക് പോയിക്കായിരുന്നു. ആ ഷോയുടെ ഭാഗമായിട്ടാണ് ഡാൻസും പരിപാടികളൊക്കെ. അപ്പൊ അതില് ഞാൻ പേഴ്സണലി എൻജോയ് ചെയ്തു. നല്ല മോഹൻലാലിന്റെ പെർഫോമൻസ് ആയാലും സാനിയയുടെയും അല്ലെങ്കിൽ സ്വാസിക എല്ലാവരും ഞാൻ എൻജോയ് ചെയ്തു. അപ്പൊ അതിന്റെ അടിയിൽ അതിൽ പറയാനുള്ള കാര്യം വെച്ചാൽ അതിന്റെ അടിയിൽ വന്ന കമന്റിനാണ് ഒരു 75% ഓഫ് കോഴ്സ് മോഹൻലാലിനെ സപ്പോർട്ടാണ് ആൾക്കാർ. അതായത് എല്ലാവരും എൻജോയ് ചെയ്ത് അല്ലെങ്കിൽ മോഹൻലാൽ ഫാൻസും അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ്. പക്ഷെ 25% ഒബ്സർവ് ചെയ്തപ്പോ അതില് ഒരു ഹെയ്റ്റ്. അതിന് മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിളവനായിട്ടുള്ള മോഹൻലാൽ എന്തിനാണ് ഈ ചെറുപ്പം നമ്മളൊപ്പം ഇങ്ങനത്തെ ഡാൻസ് കളിക്കണേ, ബ്ലാ ബ്ലാ ബ്ലാ, അങ്ങനത്തെ ഒരു ടോക്ക് പറഞ്ഞ മനസ്സിലായ. ഓഫ് കോഴ്സ് ഈ പറഞ്ഞ മോഹൻലാലിന് 67 വയസ്സുണ്ടെന്ന് തോന്നുന്നു, 66-67 വയസ്സുണ്ട്. ഇപ്പൊ സ്വാസിക്കാണെങ്കിൽ 34 വയസ്സ്, മോളുടെ പ്രായമുള്ളൂ. ഇപ്പൊ സാനിയപ്പനാണെങ്കിൽ അതിനൊക്കെ താഴെ, അവള് മോളുടെ പ്രായമുള്ളൂ തോന്നുന്നു. അതൊന്നും വിഷയമല്ല. അപ്പൊ ഹെയ്റ്റ് വരാനുള്ള ഒരു കാരണം അതാണ്. അത് ഭൂരിഭാഗം ആൾക്കാർക്ക് അസൂയാണ്. കാരണം മോഹൻലാലിന്റെ ഒരു സക്സസ്, അതായത് ഓഫ് കോഴ്സ് എനിക്ക് മോഹൻലാലിന്റെ ചില സ്ത്രീ വിഷയങ്ങളുള്ള നിലപാടുകൾ അല്ലെങ്കിൽ ആളുടെ ഹിസ്റ്ററി ഒക്കെ എനിക്ക് കുറച്ച് വിയോജിപ്പുകളുണ്ടെങ്കിലും അതൊക്കെ മാനുഷികമാണ്. അതായത് ഇപ്പോ എല്ലാ ആൾക്കാർക്കും തെറ്റുകളുണ്ടാവും, അത് പുരുഷനായാലും സ്ത്രീ ആയാലും. അത് ഓഫ് കോഴ്സ് ആ ഒരു മൈൻഡിലെടുക്കുക. പക്ഷെ അതിന്റെ ഭാഗമായിട്ട് ഈ ചെറുപ്പം വളരെ ഡാൻസ് കളിച്ചുകൊണ്ട് വേറൊരു ടോക്ക് അല്ലെങ്കിൽ വേറൊരു അർത്ഥത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. പറഞ്ഞ മനസ്സിലായ. ഇതിൽ ശരിക്കും ഒരു അടിയായിക്കണത് ഫെമിനിസ്റ്റുകൾക്ക്. കാരണം ഈ സാനിയൊക്കെ ഒരു ടൈമില് അവൾ ഈ വോക്ക് ഐഡിയോളജി അല്ലെങ്കിൽ വോക്ക് മൈൻഡ് സെറ്റിലോട്ട് പോയിരുന്നത് ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ടായി അവളെ കുറച്ച്. പിന്നെ അവള് മാറി, പിന്നെ മനസ്സിലായി, ബോധം വന്നു അവൾക്ക്. അത് ഒരിടയ്ക്കെന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ യുവ പെൺപിള്ളേർക്ക് അവർക്ക് എന്തെങ്കിലും ട്രോമാസ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ജീവിത പ്രശ്നം ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ ഫെമിനിസ്റ്റുകളുടെ വാക്ക് കേട്ടുപോകും. അത് ആമ്പിളരായാലും അതെ. ഇപ്പോ ആമ്പിളര് ഒരുപാട് പേര് മറ്റേ ആൻഡ്രൂ ടേറ്റ് അല്ലെങ്കിൽ ഒരുപാട് ഇപ്പൊ എലോൺ മസ്ക് ഒരു ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട്. പറഞ്ഞ മനസ്സിലായി. അത് പുരുഷന്മാരും സ്ത്രീകളും ഇൻഫ്ലുവൻസ് ആവാൻ നോക്കിയിട്ട് കാര്യമില്ല. അപ്പൊ ഈ സാനിയപ്പനൊക്കെ ആ ഒരു മൈൻഡിൽ പോയിരുന്നതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് കുറച്ച് നാളൊക്കെ. പിന്നെ അവള് മാറി. അപ്പൊ ഫെമിനിസ്റ്റുകൾക്ക് അതൊക്കെ ഒരു അടിയായിപ്പോ. കാരണം അവളിങ്ങനെ മോഹൻലാലിനൊപ്പം ഇങ്ങനെ ഫെമിനിസ്റ്റുകൾ പറയാറുള്ള കാര്യം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ സ്ത്രീപക്ഷം പറഞ്ഞ ആൾക്കാർ പറയാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളുടെ ശരീരം വിൽപ്പന ചരക്കല്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ഐറ്റം ഡാൻസ് കളിക്കുന്നതിനൊക്കെ എതിരാണ് അവര്. പറഞ്ഞ മനസ്സിലായ. അപ്പൊ സാനിയ ഇതിൽ നല്ല രീതിക്ക് മോഹൻലാലിനൊപ്പം ഇങ്ങനെ ആടി ഡാൻസ് കളിച്ചപ്പോ അത് കുറെ പേർക്ക് ഇളകിയുണ്ട്. അത് മാത്രമല്ല, ഇപ്പൊ കുറച്ച് നാളായിട്ട് ഫെമിനിസ്റ്റുകൾക്ക് ഭയങ്കര മോശം സമയം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അമ്മയിലത്തെ ഇഷ്യൂവിനെ എടുത്ത് നോക്കിയാൽ മതി. ഇപ്പൊ അമ്മയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മയുടെ ഭരണസമിതി, അതായത് സ്ത്രീ ആയിട്ടുള്ള അമ്മയുടെ ഭരണസമിതിയിൽ പ്രസിഡന്റായി എന്ന് പറഞ്ഞ് ശ്വേതാമേനോൻ വന്നു, ആള് പുറത്തായി. അല്ലെങ്കിൽ അമ്മയുടെ ഭരണസമിതി കുറെ നാള് പുരുഷന്മാരുടെ കയ്യിലായിരുന്നിട്ട് അത് സ്ത്രീകളെ കൂടി അവരുടെ കയ്യിലേക്ക് പിടിച്ചെടുത്തിട്ടും പ്രശ്നങ്ങൾ മാറാണ്ട് തകർന്നു പോയി ഈ ഭരണസമിതി. പറഞ്ഞ മനസ്സിലായ. അപ്പൊ അത് ഫെമിനിസ്റ്റുകളുടെ ശരിക്കും അടി. ഈ ശരിക്കും അമ്മയുടെ ഈ ഭരണസമിതി രാജിവെച്ചതും ഈ അമ്മയുടെ പ്രശ്നങ്ങളൊക്കെ ശരിക്കും എൻജോയ് ചെയ്യുന്നത് ആരാന്നറിയോ? ഈ മോഹൻലാലും ടീംസാ. അത് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. ഈ മോഹൻലാൽ ഈ പരിപാടിക്ക് ഡാൻസ് കളിക്കുമ്പോൾ സന്തോഷം കണ്ട. കാരണം അവൻ ഈ അമ്മയുടെ പരിപാടിക്ക് വരുമ്പോൾ വിഷമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും പക്ഷെ ഉള്ളിനുള്ളിൽ സന്തോഷം. അവനും സിദ്ദിഖിനും ദിലീപിനും ഒക്കെ സന്തോഷം. കാരണം അവര് പുരുഷന്മാരൊക്കെ മാറ്റി പെണ്ണുങ്ങൾ വന്നിട്ട് എന്തുണ്ടായി അവരാണ് ഇതിന് വലിയ കളിച്ചിട്ടുണ്ടാവും എനിക്ക് സംശയമുണ്ട്. പറഞ്ഞ മനസ്സിലായി. കാരണം ഈ ഇത് പൊളിയാനായിട്ട്. പിന്നെയുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ മലയാളികളുടെ മാത്രമല്ല, ഇപ്പൊ ഇന്റർനാഷണൽ ലെവലിലായാലും ഈ ഫെമിനിസ്റ്റുകളും അല്ലെങ്കിൽ സ്ത്രീപക്ഷം പറയുന്ന ആൾക്കാരുടെ ഒരു വെയിറ്റേജ് കുറഞ്ഞൊക്കെ ശരിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഇപ്പൊ നമ്മുടെ കേരളത്തിലാണെങ്കിൽ തന്നെ ആ ദിലീപിന്റെ ആയാലും രാഹുൽ മാങ്കൂട്ടത്തിന് ഇഷ്യൂ വന്നപ്പോഴൊക്കെ, അല്ലാണ്ട് വേറെ കേസുകളും സാധാരണക്കാരൻ കേസുകളിലൊക്കെ ഓവറായിട്ട് സ്ത്രീപക്ഷത്തോട്ട് പോയി ഒരു പുരുഷപക്ഷം, അതായത് ഒരു വലതുപക്ഷം BJP അനുകൂലമായിട്ടുള്ള ഒരു ചിന്താഗതിയുള്ള ആൾക്കാരാണ് കൂടുതലും. പക്ഷെ അങ്ങനത്തെ ഒരു പക്ഷം ഭയങ്കരമായിട്ട് ശക്തി പ്രാപിച്ചിട്ടുണ്ട് കേരളത്തിൽ. നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. പണ്ടൊക്കെ സ്ത്രീകളുടെ ഇഷ്യൂ വരുമ്പോ സ്ത്രീകളെ അല്ലെങ്കിൽ പുരുഷന്മാരെ അനുകൂലിച്ച് പറഞ്ഞാൽ അവരെ ഒരുപാട് പേര് കമന്റ് ചെയ്ത് ചീത്ത വിളിക്കാറുണ്ട്. പക്ഷെ ഇപ്പോ പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്ത് പറയാനാണ് ആൾക്കാർ കൂടുതൽ. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. കാരണം അങ്ങനെ ആയി. ഈ ഓവർ സ്ത്രീപക്ഷത്തോട്ട് പോയി പുരുഷന്മാരെ ആക്ഷേപിച്ച് ആ ഒരു പെൻഡുലം അല്ലെങ്കിൽ ആ ഒരു ബാലൻസിങ് ഇടത്തോട്ട് ഭയങ്കരമായിട്ട് പോയി. പറഞ്ഞ മനസ്സിലായ. അപ്പൊ അത് ഒക്കെയാണ് ഇതിന്റെ റീസൺ. അതുപോലെ തന്നെ ഈ ഫെമിനിസ്റ്റുകളുടെ ഒന്നും ആൾക്കാർ വില കൊടുക്കാണ്ടായി. പറഞ്ഞ മനസ്സിലായി. അല്ലെങ്കിൽ ഇപ്പോ ഓവറായിട്ട് സ്ത്രീപക്ഷം പറഞ്ഞ ആൾക്കാർ ഇന്ന് ആരും വില വയ്ക്കാനല്ലേ. ഇപ്പോ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം അതിന്റെ മെയിൻ എക്സാമ്പിൾ അല്ലേ. ഇത്രയൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ CPIM പറഞ്ഞിട്ട് അവന്റെ ഞാൻ പറയുകയാണെങ്കിൽ ഒരു ചെറിയ വിഭാഗം ആൾക്കാരിൽ മാത്രമാണ് ഒരു ഇമ്പാക്ട് വരുത്താൻ പറ്റിയിട്ടുള്ളൂ. പക്ഷെ ഭൂരിഭാഗം ആൾക്കാരും വിചാരിച്ചത് അത് വ്യാജമാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതൊന്നും നിലനിൽക്കില്ല. ഒരാൾക്ക് അവനോടുള്ള ഒരു എന്താ പറയാ, ഒരു ദിലീപിനോട് പിന്നും ഒരു വെറുപ്പുണ്ടായിരുന്നു. പക്ഷെ രാഹുലിനോട് അത്രയ്ക്കും വെറുപ്പുണ്ടെന്ന് എനിക്ക് തോന്നണല്ലേ. അവനെ കുറെ കളിയാക്കി ഒരു ട്രോൾ മെറ്റീരിയൽ ആയിരുന്നു. പക്ഷെ അങ്ങനെ ഒരു വെറുപ്പ് ആൾക്കാരിലേക്ക്
ഇഞ്ചെക്ട് ചെയ്യാനായിട്ട് CPM പറ്റിയില്ല. അതിനുള്ള മെയിൻ റീസൺ അതാണ്. പറഞ്ഞ മനസ്സിലായി, ഓവറായിട്ട് സ്ത്രീപക്ഷത്തോട്ട് പോയി ആൾക്കാരിലേക്ക് എന്ത് ഇപ്പൊ ഇവൻ സീരിയസ് കാര്യമാണെങ്കിൽ തന്നെ ആൾക്കാർ ആ ഒരു മൈൻഡിലായി. അതായത് ഇത് എല്ലാവരും, അതായത് 100% വ്യക്തമായിട്ടുള്ള എവിഡൻസുകൾ, അതായത് അത്രയ്ക്ക് നല്ല ഫോട്ടോഗ്രാഫ്സ് അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർ വിശ്വസിക്കുക, അല്ലെങ്കിൽ ആൾക്കാർ വിശ്വസിക്കാണ്ടായി. കാരണം രാഷ്ട്രീയമായിട്ട് മുതലെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും അല്ലെങ്കിൽ വ്യക്തിഹത്യ നടത്താനായിട്ടൊക്കെ നടത്തുന്നതാണെന്നുള്ളൊരു പ്രതീതിയായി. പറഞ്ഞ മനസ്സിലായ. അപ്പൊ ഫെമിനിസ്റ്റുകൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോശം സമയം തന്നെ പറയാൻ പറ്റുള്ളൂ ഈ കുറച്ച് ദിവസങ്ങളായിട്ട്. ഇപ്പോ കേരളത്തിൽ എസ്പെഷ്യലി, ഇന്റർനാഷണൽ ലെവലിലും അങ്ങനെ തന്നെ. ഇപ്പൊ ട്രംപ് ജയിച്ച പിന്നെ ഈ പറഞ്ഞ പോലെ ഫെമിനിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ സ്ത്രീപക്ഷം ഓവറായിട്ട് പറഞ്ഞ ആൾക്കാർക്ക് ഈ ട്രംപ് ജയിക്കാനുണ്ടായ ഒരു കാരണം തന്നെ ഓവറായിട്ട് സ്ത്രീപക്ഷം പറഞ്ഞ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വോക്ക് ഐഡിയോളജി, വോക്ക് മൈൻഡ് സെറ്റ്, അതാണ്. എന്തും ഓവറായി കഴിഞ്ഞാൽ തിരിച്ചടിക്കും. അപ്പൊ ഇപ്പൊ ഓവറായിട്ട് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ ഒരു വലതുപക്ഷം വരും, ഓവറായിട്ട് സ്ത്രീപക്ഷം പോയി കഴിഞ്ഞാൽ ഒരു പുരുഷപക്ഷം വരും. അതൊക്കെയാണ് എന്റെ സൈക്കോളജി. പറഞ്ഞ മനസ്സിലായി. അപ്പൊ ഈ സ്ത്രീപക്ഷം പറഞ്ഞ ആൾക്കാരോട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീപക്ഷം വേണം, പുരുഷപക്ഷം വേണം, മെയിൻലി മനുഷ്യപക്ഷം വേണ്ട. അതായത് ഇപ്പൊ നിങ്ങൾ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്നത് വളരെ നല്ല കാര്യം. അത് സ്ത്രീകളെ നല്ല അടിച്ചമർത്തപ്പെട്ട അല്ലെങ്കിൽ ആരോരുമില്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെടുന്ന ആൾക്കാർ ആരായാലും, അത് കുട്ടികളായാലും വലിയവരായാലും ആണായാലും പെണ്ണായാലും ഒക്കെ സപ്പോർട്ട് ചെയ്യണം. പറഞ്ഞ മനസ്സിലായി. പക്ഷെ എന്ന് കരുതി ഇപ്പോ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്ന കരുതി പുരുഷന്മാരെ ആക്ഷേപിക്കരുത്. പറഞ്ഞ മനസ്സിലായ. അങ്ങനെ വരുമ്പോ അല്ലെങ്കിൽ ഇപ്പോ ചെറിയ കാര്യങ്ങൾ പെരുപ്പിച്ച് കാണിക്കുക, അല്ലെങ്കിൽ ഒരു കയ്യബദ്ധം തെറ്റൊക്കെ ആണെങ്കിൽ, ഇന്നാളെങ്കിൽ ഓർമ്മയുണ്ട് ഒരു പയ്യൻ എന്നിട്ട് ഒന്നും വേണ്ട, നമ്മുടെ സുരേഷ് ഗോപി ഒരു മാധ്യമ പ്രവർത്തകരുടെ ഇവിടെ ഷോട്ടിൽ തട്ടേന്ന് പറഞ്ഞിട്ട് എന്നിട്ട് കാണിച്ചു കൂട്ടിയ LDF അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരും ജയിച്ചില്ല ആ സമയത്ത് തൃശ്ശൂര്. അതൊക്കെയാണ് പറഞ്ഞത്. അതായത് ഓവർ ആവരുത്. ഈ ബാഡ് ടച്ചും മിസ്റ്റേക്ക് അല്ലെങ്കിൽ നോർമൽ ടച്ചൊക്കെ മനസ്സിലാക്കാൻ പഠിക്കുന്നത്. ഇപ്പൊ സുരേഷ് ഗോപിക്ക് ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഞാൻ പേഴ്സണലി പുരുഷനും സ്ത്രീനും ഒരാളും ടച്ച് ചെയ്യാൻ പോകില്ല. നമുക്ക് പരിചയമില്ലാത്ത ആളെ അല്ലെങ്കിൽ കൺസെന്റ് ഇല്ലാണ്ട് ഒരാളും ടച്ച് ചെയ്യില്ല. അത് ശരിയല്ല. പക്ഷെ ഇപ്പൊ ഒരു നോർമലായിട്ട് ഇപ്പൊ ഒരു ആള് ഷോൾഡറിൽ തൊട്ടതിന് അതിന് പലതരം വ്യാഖ്യാനങ്ങൾ എടുത്ത് ഇങ്ങനെ വേട്ടയാടി കഴിഞ്ഞ് ഇങ്ങനെ പല കാര്യങ്ങൾ കേരളത്തിൽ നമുക്ക് വിസിബിളി കാണാൻ പറ്റും. അതൊക്കെയാണ് ഒരു റീസൺ. പറഞ്ഞ മനസ്സിലായ. അപ്പൊ അതൊക്കെ കുറയ്ക്കുക.